ഹായ് ഫ്രണ്ട്സ്, എല്ലാ നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെഎം ജേണി. നമുക്കൊരു 6-7 അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. അതിൽ ലാലേട്ടന്റെ എല്ലാവരും ചോദിച്ചിരുന്ന ഒരു പുതിയ വരാനിരിക്കുന്ന സിനിമയുടെ അപ്ഡേറ്റും ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ പറയുന്നുണ്ട്. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോന്ത് എന്ന് പറയുന്ന സിനിമയാണ്. റോഷൻ അതുപോലെ ദിലീഷ് പോത്തനാണ് പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. നല്ലൊരു അടിപൊളി ത്രില്ലർ സിനിമ കാണാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ ഷാഹി കബീറാണ് ഇതിന്റെ ഡയറക്ടർ. ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ പുള്ളിക്കാരനായതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഭയങ്കരമാണ്. ഇതിന്റെ പോസ്റ്റർ നോക്കുകയാണെങ്കിലും US സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. 16+, 16 വയസ്സിന് മുകളിലുള്ളവർക്ക് കാണാവുന്ന സിനിമ. UA കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രതീഷ് അമ്പാട്ടാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. വരുന്ന ജൂൺ 13-ാം തീയതിയാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് വരുന്നത്. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. നല്ലൊരു സിനിമയായിരിക്കും ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തും. നെക്സ്റ്റ്, ഹൃതിക് റോഷനെ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു പൃഥ്വിരാജ്. അതിനുമുമ്പ് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഒരു സിനിമ ഓൾറെഡി ടൈസൺ സിനിമ ചെയ്യാനുണ്ട്. അല്ലാതെ വേറെ സിനിമ പൃഥ്വി ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കുറെ കാലമായിട്ട് പൃഥ്വിനോട് ചോദിക്കുന്നതാണ്. പല സിനിമകളോട് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അത് ഏറ്റിട്ടുണ്ട്. എന്ന് ചെയ്യാൻ പറ്റുമോ അറിയില്ല തുടങ്ങിയുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ വരുന്നത് ഹോംബാലെ ഫിലിംസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായി, അതായത് ഹൃതിക് റോഷൻ നായകനായിട്ട് വരുന്ന സിനിമ, ബോളിവുഡ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പൃഥ്വിരാജ്. ഭയങ്കരമായിട്ടുള്ള കണക്ഷൻസ് ആണ് മലയാളത്തിൽ. പൃഥ്വി, അവിടെ ഹൃതിക് റോഷൻ, ഹോംബാലെ ഫിലിംസ് ഭയങ്കരമായിരിക്കും തോന്നുന്നത്. എന്തായാലും ഷെയർഡ് ഐഡിയ എന്നാണ് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, ഹൃതിക് റോഷൻ ഈസ് ഇൻ ടോക്ക് ഫോർ എ പ്രൊജക്ട് വിത്ത് ഹോംബാലെ ഫിലിംസ്. പൃഥ്വിരാജ് സുകുമാരൻ ഷെയർഡ് ആൻ ഐഡിയ ആൻഡ് ദ ടീം ലൈക്ഡ് ഇറ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കൺഫേംഡ് ഇറ്റ്. കൺഫേം ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളിക്കാരൻ്റെ ഐഡിയ പറയുകയും അത് ടീമിന് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ബാക്കിയുള്ള ഒഫീഷ്യൽ ഡീറ്റെയിലുകൾ പുറത്തു വരും എന്ന് വിചാരിക്കാം. നെക്സ്റ്റ്, കാട്ടാളൻ സിനിമയുടെ അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡെയിലി അതിലെ ക്രൂ മെമ്പേഴ്സിലുള്ള പല ആളുകളെയും അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കബൂഗെ പുള്ളിക്കാരനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻഡ് ഓം ബാക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ആക്ഷൻ ഫിലിം സെക്ഷനിൽ എല്ലാവരും ഓം ബാക്ക് കണ്ടിട്ടുണ്ടാവും. അതിന്റെ 1, 2, 3 കണ്ടിട്ടുണ്ടാവും. അതിന്റെ ആക്ഷൻ കൊറിയോ ചെയ്തിട്ടുള്ള പുള്ളിക്കാരനാണ് ഈ സിനിമയിൽ ആക്ഷൻ കൊറിയോ ചെയ്യുന്നത്. എന്തരാണല്ലേ. ഇനിയിപ്പോ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആയി നോക്കാം. വെൽക്കം ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ ടു ദ വേൾഡ് ഓഫ് കാട്ടാളൻ. ഇനി ഏതൊക്കെയാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ദീപക് പരമേശ്വരൻ ഈസ് ആൻ എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ നോൺ ഫോർ ഹിസ് വർക്ക് ഓൺ മേജർ ഫിലിം സച്ച് എസ് മാർക്കോ, ആദ്യത്തെ സിനിമ, മഞ്ഞുമൽ ബോയ്സ് 2024, ആടുജീവിതം 2024, ആടുജീവിതം പൊളി, ഭീഷ്മപർവം 2022 ആൻഡ് കുറുപ്പ് 2021. ഹിസ് എക്സ്പെർട്ടൈസ് in managing large-scale productions and ensuring smooth on-ground execution has made him a trusted name in the industry. അപ്പോൾ ദീപക് പരമേശ്വരനാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വരുന്നത്. ഇതിലെ മ്യൂസിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കാന്താര, ഒരു മംഗൾവാരം ഒക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹമാണ് ഇതിൽ മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞ കബൂക്കെ അടക്കമുള്ള കബൂക്കെ അല്ല കേട്ടോ, പേര് അങ്ങോട്ട് മാറുന്നതാണ്. അല്ലെങ്കിൽ ഓഗ്ബാഗിന്റെ ആക്ഷൻ കൊറിയോ, അങ്ങനെ എല്ലാ ഏരിയയിലും ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നവരിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ കാട്ടാളൻ ഒരു വൻ വരവായിട്ട് വരാനിരിക്കുന്നു എനിക്ക് തോന്നുന്നു. മാർക്കോയ്ക്ക് ശേഷം അതിന് മുകളിൽ സ്ഥാനം തരിക എന്നുള്ള ഒരു ഉറച്ച ആഗ്രഹത്തിലാണ് എനിക്ക് തോന്നുന്നത് ഷെരീഫ് മുഹമ്മദ് പണിയെടുക്കുന്നത്, ക്യൂബ്സ് എന്റർടൈൻമെന്റ്. എന്തായാലും ആ സിനിമയും ഈ പറഞ്ഞ പോലെ ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. നെക്സ്റ്റ്, രാമായണം 2026-ലും 2027-ലുമായിട്ട് 2 ഭാഗമായിട്ടാണ് ഇറക്കാനിരിക്കുന്നതാണ് പറയുന്നത്. 2 പാർട്ട്. ഇപ്പൊ കേൾക്കുന്നത് വിവേക് ഒബ്രോയ് ഹാസ് ജോയിൻ ദ കാസ്റ്റ് ഓഫ് രാമായണ. ഹീസ് പ്ലേയിങ് ദ റോൾ ഓഫ് വിദ്യുത് ജീവ. അതെന്താ പേര് കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മലയാളത്തിൽ ഒന്ന് തന്നാൽ നല്ലതായിരിക്കും. ദ ഡീമൻ പ്രിൻസ് ഫ്രം ദ ദാത്യ ക്ലാൻ, ശൂർപ്പണകാസ് ഹസ്ബൻഡ്. യാഷ് will play Ravan. Shot an intense battle sequence with Vivek Oberoi as വിദ്യുത് ജീവ ഓൺ May 25th. May 25 അടിപൊളി സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ദ ഷൂട്ട് ലാസ്റ്റഡ് നിയർലി 19 hours ഓൺ സെറ്റിൽ 19 മണിക്കൂർ എടുത്തിട്ടാണ് ഷൂട്ട് അവർ പൂർത്തിയാക്കിയത്. ദ സീൻ ഫീച്ചർഡ് ഓൺലി ദ 2 actors in a face-to-face confrontation with Vivek wielding 2 axes as his weapon. These sequences are being filmed on a grand scale with top-notch visual effect. 2 ആക്സും കോടാലിയായിട്ടാണ് വിവേക് ഒബ്രോയ് യുദ്ധം ചെയ്യണത്. അപ്പുറത്ത് എന്താ പറയുക, രാവണനായിട്ട് യാഷും. അടിപൊളി സീനായിരിക്കും, ഒന്നും പറയാനില്ല. യാഷൊക്കെ വേറെ ലെവൽ പരിപാടി ആയിരിക്കും. വിവേക് ഒബ്രോയ് ആണെങ്കിലും ഇത്തരം കഥാപാത്രങ്ങൾക്ക് പറ്റിയിട്ടുള്ള ആൾ തന്നെയാണ്. നെക്സ്റ്റ്, ലോകേഷ് കനകരാജിന്റെ കൂലി
കൂലി സിനിമയിൽ ഒരു ഉറപ്പ് തരാമെന്നാണ് പുള്ളി പറഞ്ഞത്. അതായത് കൂലിയിൽ പഴയ രജനീകാന്തിനെ നിങ്ങൾ കാണും എന്നാണ് പറഞ്ഞത്. സാധ്യത ഉണ്ടെന്നല്ല, കാണും. അപ്പൊ അത്ര പ്രതീക്ഷയോടെ ആ പഴയ രജനീകാന്തിന്റെ എല്ലാ പരിപാടികളും എന്താ പറയാ സ്റ്റൈലും സ്വാഗും ഒക്കെ ഒപ്പിയെടുത്തിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത്തരത്തിൽ എന്തെങ്കിലും സാധനം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. സോ കൂലി പറഞ്ഞ പോലെ ഓഫ്കോഴ്സ് കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. പക്ഷെ അതിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. നെക്സ്റ്റ്, തലപതി വിജയ് കാമിയോ റോൾ ഇൻ അറ്റ്ലി സൽമാൻ ഖാൻ പ്രൊജക്ട് ഇസ് കൺഫേംഡ്. ഓഹോ, മാർക്കിംഗ് ഹിസ് ലാസ്റ്റ് ഫിലിം ഇൻ ദ നെക്സ്റ്റ് 5 years. അടുത്ത 5 വർഷത്തിലെ ലാസ്റ്റ് പടമായിരിക്കുന്ന രീതിയിലോ. ക്യാമിയോ റോളിന് അറ്റ്ലി സൽമാൻ ഖാൻ പ്രൊജക്ട് കൺഫേം ആയി എന്നാണ് പറയുന്നത്. എന്റെ മോനെ, വിജയ് വീണ്ടും തിരിച്ചു വരാൻ സിനിമയിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പൊ വലിയ സംഭവങ്ങളൊന്നും കേൾക്കുന്നില്ല. രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല. ഇനി ജയിച്ചാലും ഇല്ലെങ്കിൽ എന്തായാലും തമിഴ്നാട്ടിൽ ഇതൊരു വിഷയമില്ലാത്ത കാര്യമാണ്. നമുക്ക് തന്നെ എത്ര MLA മാരൊക്കെ ഉണ്ട്. പ്രധാന മുഖ്യമന്ത്രിക്ക് ആയി കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. നെക്സ്റ്റ് പറയാനുള്ളതാണ് ലാലേട്ടന്റെ സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ്. ചെക്കൻ അവിടെ കാറി പൊളിക്കുന്നുണ്ട്, എന്തിനാണാവോ. അപ്പോ നമുക്ക് പറയാനുള്ളത്, വരുന്ന റിപ്പോർട്ട് പ്രകാരം ബ്രോ കുക്കിംഗ് സംതിങ് സീരിയസ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രോള് വന്നിട്ടുണ്ട് മലയാളി മീംസിൽ. അത് സംഭവം ഇത് വന്ന ട്രോള് മാത്രമല്ല, നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും പല വാർത്തകൾ കേൾക്കുന്നുണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് ഗൂഗിളിൽ കാണുന്നുണ്ട്. പക്ഷെ ഗൂഗിൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇതുവരെ പലതരത്തിലുള്ള വാർത്തകൾ അതിൽ മാറി വരാണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും തോന്നുന്നു. ഇപ്പോൾ എനിക്കറിയില്ല, എന്നെ കുറച്ചൊരു ഒഫീഷ്യലി സംസാരിക്കാൻ അറിയില്ല. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്തായാലും ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ലാലേട്ടൻ, ഒന്ന് ചിമ്പു STR, 3 സാക്ഷാൽ ജാക്കി ചാൻ. എന്ത് കാസ്റ്റ് ആണ് അല്ലേ. അത് പറയാൻ കൊള്ളാം എന്നുള്ള കമന്റ് ഒക്കെ ഇതിന്റെ താഴെ കാണുന്നുണ്ട്. പക്ഷെ അതിന് താഴെ പറഞ്ഞിരിക്കുന്ന ഒരു കമന്റ് ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു. അതായത് തുടരും സിനിമയുടെ ഹിറ്റിന് ശേഷം, ഭയങ്കര ഹിറ്റായതിനു ശേഷം ഒരു പോസ്റ്റ് നമ്മുടെ തരുൺ മൂർത്തി ഇട്ടപ്പോൾ അതിന്റെ താഴെ നമ്മുടെ ഇദ്ദേഹം ഇതിന്റെ പേരെന്താ, 2018 സംവിധായകൻ, പുള്ളിനെ കുറിച്ചാണ് ഈ പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. അയ്യോ, എന്തരായിരുന്നടേ അദ്ദേഹത്തിന്റെ പേര്, നോക്കട്ടെ. ഓക്കെ, കിട്ടുന്നു വിചാരിക്കാം. ആ പേര് കിട്ടും നമുക്ക് വിചാരിക്കാം. നോക്കട്ടെ. മോഹൻലാൽ, ജൂഡ് ആന്റണി. അപ്പൊ ജൂഡ് ആന്റണിയുടെ സിനിമ. അപ്പൊ ഈ സിനിമയിലാണ് ജാക്കി ചാനും മോഹൻലാലും STRും ഒരുമിച്ച് വരുന്നു പറഞ്ഞു. ലാലേട്ടന്റെ നായകനായിട്ടാണ് പടം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ജൂഡ് ആന്റണി ഇത് ചെയ്തു വെച്ചാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ തുടരും പോസ്റ്റിന്റെ ഹിറ്റിന്റെ ബ്ലോക്ക് ബസ്റ്ററിന്റെ താഴെ പോയിട്ട് ഈ റെക്കോർഡ് ഇയാളെ വെച്ചത് ലാലേട്ടനെ വെച്ച് ഞാൻ തന്നെ തൂക്കും എന്ന് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിരുന്നു. വെറും പറച്ചിലാണോ എന്ന് അറിയില്ല. പക്ഷെ അതിന്റെ മുമ്പ് ലാലേട്ടനോട് കഥ പറഞ്ഞിട്ടുണ്ടെന്നും ലാലേട്ടൻ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. ലാലേട്ടന്റെ ഭാഗത്തും കൺഫർമേഷൻ വന്നിട്ടില്ല എന്ന് ജൂഡ് ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ പുള്ളി വന്നിട്ട് ഈ എന്താ പറയാ, ഈ റെക്കോർഡ് ഞാൻ തന്നെ ലാലേട്ടനെ വെച്ച് തൂക്കും എന്ന് പറയുന്നത് നല്ല കോൺഫിഡൻസോട് കൂടിയാണ്. കാരണം ജാക്കി ചാനൊക്കെ വന്ന പിന്നെ എന്തെങ്കിലും പറയണോ, അതും മോഹൻലാലിന്റെ കൂടെ, എന്തായിരിക്കും സംഗതി. ഒരു വൻ സാധനം വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. സ്റ്റേ ട്യൂൺ, കാത്തിരിക്കാം. നല്ല പടങ്ങൾ വരട്ടെ, നല്ല സിനിമകൾ നമുക്ക് കാണാം, നല്ല റിവ്യൂസ് പറയാം, നന്നായിട്ട് എൻജോയ് ചെയ്യാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. കാണുന്നവരെ